മഹാപ്രതിഭയായ ലോകം കണ്ട ഏറ്റവും പ്രമുഖനായ മാർക്സിസ്റ്റ് ചിന്തകനായ, കേരളത്തെ ആധുനിക കേരളമാക്കി രൂപപ്പെടുത്തുന്നതിൽ അതിൻ്റെ ശില്പികളിൽ മുൻപന്തിയിൽ നിന്ന സഖാവ് EMSൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയോടുകൂടി രൂപപ്പെട്ട് വികസിച്ചു വന്ന അബുദാബി ശക്തി അവാർഡ് സമർപ്പണം ഇന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സാമൂഹ്യ പശ്ചാത്തലം സഖാവ് EMS ഉദ്ഘാടനം ചെയ്യുന്ന കാലത്തേക്കാൾ വളരെ വളരെ പിന്നോക്കം നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രം. അന്ന് കേരളീയ സംസ്കൃതിയുടെ ഭാഗമായി ജനങ്ങളിൽ നല്ലൊരു ഭാഗം ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള വലതുപക്ഷ വിരുദ്ധമായ നിലപാടുകളും വർഗീയ വിരുദ്ധ സമീപനങ്ങളും അംഗീകരിച്ച ഒരു കാലമായിരുന്നു. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, MD വാസുദേവൻ നായർ എഴുതി ഫലപ്രദമായിട്ട് കേരളത്തിന് നൽകിയ രചനയിൽ നിന്ന് രൂപപ്പെട്ട ലോകത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും ശക്തിയായ സിനിമാ മേഖലയിലെ കേരളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭാവനയുണ്ടായിരുന്നു. ഞാൻ പറയും, നിങ്ങൾക്ക് അറിയുണ്ടാവും ഞാൻ ഇത്രയും പറയുമ്പോൾ. അത് ഓരോന്നുമല്ല, നിർമാല്യം എന്ന സിനിമയാണ്. നിർമാല്യം എന്ന സിനിമ നിർമ്മിക്കാനും അത് കേരളത്തിലുടനീളം ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ മലയാളികളുള്ള സ്ഥലങ്ങളിലൊക്കെ അവതരിപ്പിക്കാനും കഴിഞ്ഞൊരു കാലം, അതിന് പരിപക്വമായ ഒരു കാലമായിരുന്നു അന്ന്. ഞാൻ പറഞ്ഞു, അന്ന് സഖാവ് EMS ഉദ്ഘാടനം ചെയ്യുമ്പോഴുള്ള ശക്തി തിയേറ്റേഴ്സിൻ്റെ ഒന്നാമത്തെ അവാർഡ് ചടങ്ങ് നടക്കുമ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് നമ്മൾ പിന്നോക്കം നടക്കുകയാണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇന്ന് അങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാനോ അവതരിപ്പിക്കാനോ സാധിക്കുമോ എന്ന ചോദ്യത്തിന് നിങ്ങളാരും ഉത്തരം പറയേണ്ടതില്ല. നമുക്കെല്ലാം ഒന്നിച്ചു പറയാം, അങ്ങനെ ഒരു സിനിമ ഇന്നത്തെ ഇന്ത്യയിൽ മലയാളത്തിൽ മാത്രമല്ല ഒരു ഭാഷയിലും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ, പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഇതാണ് കാലത്തിൻ്റെ മാറ്റം. എങ്ങനെ കാലം മാറി എന്നുള്ളത് ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. ശക്തി തിയേറ്റേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള അവാർഡ് ദാന ചടങ്ങിൻ്റെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് മാറിയത്? പുരോഗമനപരമായ ആശയങ്ങളൊന്നും ഇല്ലാതുകൊണ്ടാണോ? പുരോഗമനപരമായ രചനകൾ നടത്താനുള്ള ഭൗതിക സാഹചര്യത്തിൻ്റെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ കൊണ്ടാണോ? എന്തുകൊണ്ടാണ്? ഇന്നിപ്പോൾ രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയുണ്ട്, സിനിമ സെൻസർ ബോർഡിൻ്റെ ഭാഗമായിട്ട് എന്തെന്ത് പ്രയോഗങ്ങളൊക്കെയാണ് ഒരു സിനിമയിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്ന കാര്യം സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ആ പദങ്ങളെല്ലാം മാറ്റിയിട്ടാണ് ഇന്നിപ്പോൾ പ്രദർശനത്തിന് വന്നത്. നമ്മൾ കാണുന്നൊരു വളരെ ഗൗരവമുള്ള സ്ഥിതിയാണ്. ഇത് കേവലമായ ഒരു അവതരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് മാത്രമല്ല, ഒരു കാര്യം ഇതിൻ്റെ ഒപ്പം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ മാത്രമല്ല, ലോകത്തെമ്പാടും തീവ്ര വലതുപക്ഷ ശക്തികൾ ഇന്ന് മുൻകൈ നേടി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ലോകമുള്ളത്. കാരണം കേരളത്തെപ്പറ്റി പറയുമ്പോൾ കേരളത്തിൻ്റെ എന്തോ ഒരു അപജയാണെന്നും കാണണ്ട. ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അതാണ്. തീവ്ര വലതുപക്ഷ ശക്തികൾക്ക്
സാമ്രാജ്യത്വ ശക്തികൾക്ക് നല്ല മുൻകൈ ലഭിച്ച ഒരു കാലം. ആ സാമ്രാജ്യത്വ ശക്തികൾക്കൊപ്പം നിന്ന് തീവ്ര വലതുപക്ഷ ശക്തികളുടെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യൻ പരിതസ്ഥിതിയെ ഉപയോഗപ്പെടുത്തി തീവ്ര ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്ന തീവ്ര വലതുപക്ഷ സമീപനത്തിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുന്ന ഇന്ത്യ. ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ചിത്രം, ഇന്നത്തെ ലോകത്തിൻ്റെ ചിത്രം. ആ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു ഇടതുപക്ഷ ബദൽ ഗവൺമെൻറ് സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 കൊല്ലമായി അല്ലെങ്കിൽ 9.5 വർഷമായിട്ട് തുടരുകയാണ്. അതൊരു മറ്റൊരു സാധ്യതയാണ്. എന്നാൽ നമ്മുടെ ഭൗതിക മേഖല ഒരുപാട് കാരണങ്ങൾ കൊണ്ട്, വെറുതെ യാദൃശ്ചികമായിട്ടൊന്നുമല്ല, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വലതുപക്ഷ ശക്തികൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞ ഒരു നാടായിട്ട് കേരളവും മാറുകയാണ്. ഞാൻ ആദ്യം അത് പറയാൻ കാരണം ഇന്നത്തെ ഇന്ത്യയിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു മനസ്സ്, ഇടതുപക്ഷത്തിൻ്റെ നല്ല സ്വാധീനം ഇപ്പോഴും ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെക്കാളും സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. അത് ഞാൻ ആദ്യം തന്നെ പറയാതിരുന്നത് ബോധപൂർവമാണ്. അത് ശരിയാണ്. പക്ഷേ ആ കേരളത്തിൽ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഭാഗമായി അതിശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന വർഗീയ വിഭാഗങ്ങൾ, വർഗീയ ശക്തികൾ, അത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കേരളീയ മനസ്സിനെ, കേരളത്തിൻ്റെ ജനകീയ മനസ്സിനെ വലതുപക്ഷ ആശയത്തിലേക്ക് നല്ലതുപോലെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് 39ാമത് ശക്തി അവാർഡ് നമ്മളിവിടെ നൽകുന്നത്. ഈ വലതുപക്ഷവൽക്കരണത്തെ വളരെ ഫലപ്രദമായി ചെറുത്തുകൊണ്ടല്ലാതെ കേരളത്തിൻ്റെ ഈ ഇടതുപക്ഷ മനസ്സിനെ സംരക്ഷിക്കാനാവില്ല എന്നതാണ് ഞാൻ പറയാൻ പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് കേരളത്തിൻ്റെ ഈ പ്രത്യേകതയിൽ വലതുപക്ഷവൽക്കരണത്തിനെതിരായിട്ടുള്ള ഇടതുപക്ഷ ആശയങ്ങൾക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള കരുത്തേകാൻ ഈ ശക്തി അവാർഡ് സമർപ്പണം ഉൾപ്പെടെയുള്ള വേദികൾ, ഇനി ഇതിൻ്റെ തുടർച്ചയിൽ വരാൻ പോകുന്നതും ഇനി വന്നുകൊണ്ടിരിക്കുന്നതുമായ നിരവധി വേദികൾ വളരെ ഫലപ്രദമായി ഒരു പോരാട്ട വീഥിയായി അല്ലെങ്കിൽ ഒരു പോരാട്ട രംഗങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ പ്രതിരോധിക്കാനാവില്ല എന്നല്ല ഞാൻ പറയുന്നത്, പ്രതിരോധിക്കാനാവണം എന്ന നല്ല ധാരണ നമുക്ക് വേണം.